ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗൗതം കൃഷ്ണ. ടെക് മാസ്റ്റർ മലയാളത്തിൻ്റെ റീ ഓപ്പൺ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ എപ്പിസോഡാണ് ഇത്. അപ്പം ഞാൻ ഇന്നലെ വന്ന് പറഞ്ഞായിരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഒരു 5 മാസത്തോളം ആക്റ്റീവ് അല്ലാഞ്ഞത് എന്നൊക്കെ. അപ്പം അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് വീണ്ടും തുടങ്ങുകയാണ്. അപ്പം ഞാൻ ഇന്നലെ ആലോചിക്കുമായിരുന്നു, നമ്മൾ വീണ്ടും ഇന്നൊരു എപ്പിസോഡ് വീണ്ടും ഒന്നേന്ന് തുടങ്ങാൻ നേരത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ന്യൂസ് കേൾക്കാനിടയായത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പം സ്വാതന്ത്ര്യദിനമൊക്കെ വരുവാണ്. അപ്പം എല്ലാ ബ്രാൻഡുകളും ഇപ്പോൾ വണ്ടിയുടെ ആണെങ്കിലും ഫോണിൻ്റെ ആണെങ്കിലും ഈ അല്ലാതെയുള്ള TV അങ്ങനത്തെ എക്സ്ട്രാ എല്ലാ മേഖലയിലെ പ്രമുഖ ബ്രാൻഡുകളെല്ലാം ഓരോ ഓഫർ കൊടുക്കുക. പ്രത്യേകിച്ച് ഓണവും കൂടെ വരുന്നതുകൊണ്ട് ഓഫറൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷവോമി ഇന്ത്യയിൽ 1 രൂപയ്ക്ക് അവരുടെ 4 രൂപയ്ക്ക് അവരുടെ 4ാമത്തെ ആനിവേഴ്സറി അനുബന്ധിച്ച് ഫ്ലാഷ് സെയിൽ നടത്തുകയുണ്ടായി. അതൊരു 3 ദിവസം എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അവരുടെ വിവിധ മോഡലുകൾ നോട്ട് 5 Pro, Y1, Y2 3 ദിവസം ഓരോ ഫോണിൻ്റെയും 4 രൂപ സെയിൽ. എന്ന് വെച്ചാൽ 4 രൂപ കൊടുത്ത ഫോൺ നമുക്ക് ഫ്ലാഷ് സെയിൽ മേടിക്കാം. ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ കാണത്തുള്ളൂ. എന്നാലും ഒരു 50 ഫോണെങ്കിലും മിനിമം കണ്ടിരിക്കണം. ഏകദേശം 3 മോഡലായി 150ഓളം ഫോണുകൾ അവർ ഫ്രീ ആയിട്ടല്ല 4 രൂപയ്ക്ക് സെയിൽ ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ചാനൽ ആ ടൈം പീരീഡിലൊക്കെ ഓഫ് ആയിരുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചില്ല. അതിലെല്ലാവരോടും സോറി പറയുന്നു. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഹുവാവേ ഹോണർ ബ്രാൻഡ് ഇന്ത്യയിൽ സ്റ്റെപ്പ് അപ്പ് സെയിൽ എന്നും പറഞ്ഞൊരു പരിപാടി നടത്തിയായിരുന്നു. അവരുടെ ഐക്കോണിക് ആയിട്ടുള്ള തിരഞ്ഞെടുത്ത വിവിധ മോഡലുകൾ, ഉദാഹരണത്തിന് 8 Pro, 8 ലൈറ്റ്, 9 ലൈറ്റ്, 9N അങ്ങനെ കുറച്ച് ഫോണുകൾ 5-6 ദിവസത്തേക്ക് 1 രൂപയ്ക്ക് ഒരു ദിവസം ഒരു മോഡൽ 1 രൂപ വെച്ച് പല ദിവസങ്ങളിൽ പല മോഡൽ എല്ലാം 1 രൂപയുള്ളായിരുന്നു. അതും ലിമിറ്റഡ് സ്റ്റോക്കായിരുന്നു. എന്നാലും അതും ആരെയും അറിയിക്കാൻ സാധിച്ചില്ല. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അത് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഓഫർ ആരും മിസ്സാവരുത്, എല്ലാ മാക്സിമം എല്ലാവരും അറിയണം എന്ന് ആഗ്രഹിച്ച് ഇത് തന്നെ ഇന്ന് തിരഞ്ഞെടുത്ത് ചെയ്യാൻ കാരണം. അപ്പം ഇതെന്ന് പറയുന്നതല്ല എന്താണ് എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. വിവോ ഇന്ത്യയിലെ ഇപ്പം നിലവിലുള്ള പ്രമുഖ ബ്രാൻഡുകളിൽ ടോപ്പ് പൊസിഷനിലുള്ളൊരു ബ്രാൻഡാണ് വിവോ. എല്ലാവർക്കും അറിയാമെന്നല്ലേ. കൂടുതലും ക്യാമറയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ബ്രാൻഡ്. അപ്പം അവരുടെ വിവോ നെക്സും വിവോ V9 പ്ലസും എന്ന 2 മോഡലുകൾ ഈ വരുന്ന 7, 8, 9 തീയതികളിൽ 1947 രൂപയ്ക്ക് സെയിലുണ്ട്, ഫ്ലാഷ് സെയിൽ. അപ്പോൾ വിവോ V9 പ്ലസിന് ഏകദേശം 22,000 സംതിങ്ങും വിവോ നെക്സിന് 44,990 രൂപയുമാണ്. ഏകദേശം 45,000 രൂപയോളം വില വരുന്ന 2 ടോപ്പ് റേറ്റഡ് സ്മാർട്ട് ഫോൺസാണ് രണ്ടും. അപ്പോൾ രണ്ടും 1947 രൂപയ്ക്ക് ഈ 7, 8, 9 തീയതികളിൽ വിവോയുടെ സൈറ്റിൽ ലഭ്യമാണ്. അപ്പം ഫ്ലാഷ് സെയിലായിരിക്കും, ലിമിറ്റഡ് സ്റ്റോക്കേ കാണത്തുള്ളൂ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്കാണ് സെയിൽ നടക്കുക. അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ഒരു മോഡലിൻ്റെ 50 പീസ് കാണത്തുള്ളായിരിക്കും. അപ്പം മാക്സിമം നിങ്ങൾ കറക്റ്റ് ടൈമിൽ പർച്ചേസ് ചെയ്യാൻ നോക്കുക. എല്ലാ ദിവസവും 12 മണിക്കായിരിക്കും ഈ 7, 8, 9 തീയതികളിൽ. ഇന്ന് 7-ാം തീയതിയാണ്, ഓർത്തോണം. അപ്പോൾ ഇന്ന് 12 മണിക്ക് സെയിലുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഇച്ചിരി ലേറ്റായിപ്പോയി, 10-11 ഇപ്പം തന്നെ. പിന്നെ ഇത് അപ്ലോഡ് ചെയ്തൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു 11 മണിയൊക്കെ ആവുമായിരിക്കും. എന്നിരുന്നാലും കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക, കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്യുക. മാക്സിമം ഫസ്റ്റ് ചാൻസിൽ തന്നെ ഫോൺ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇത് ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് കിട്ടാൻ ഭയങ്കര സാധ്യത കുറവായിരിക്കും. അപ്പം കുറച്ച് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ ഇത് നമുക്ക് ഈ ആദ്യത്തെ ഫ്ലാഷ് സെയിലിൽ തന്നെ സ്വന്തമാക്കാം എന്നൊരു എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മേജറായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിനു മുമ്പേ ഞാൻ ആ ഫോണിൻ്റെ ഫീച്ചേഴ്സ് കാണിച്ചു തരാം. ഇതാണ് വിവോയുടെ സൈറ്റാണിത്. അപ്പം ഇതിൻ്റെ അകത്തുണ്ടോ സെലിബ്രേറ്റിംഗ് 72nd ഇൻഡിപെൻഡൻസ് ഡേ, 72ാമത് സ്വാതന്ത്ര്യ ദിനത്തിനോടനുബന്ധിച്ച് അവർ നടത്തുന്ന ഒരു ഓഫർ സെയിലാണ്. ഫ്രീഡം കാർണിവൽ സെയിൽ 7th to 9th ഓഗസ്റ്റ് വരെ ഉണ്ടെന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സെയിൽ മാത്രമല്ല കേട്ടോ, ഈ 3 ദിവസങ്ങളിൽ ഈ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഫോണുകൾക്കെല്ലാം 4,000-ഓളം രൂപ ഓഫർ
ഓഫും ജിയോയുടെ സ്പെഷ്യൽ ഓഫറും പിന്നെ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ ഉള്ളവർക്ക് അതിൽ നിന്ന് 5% ഓഫും പിന്നെ വിവോയുടെ നെക്സും X21ഉം V9 ഒക്കെ മേടിക്കുന്നവർക്ക് അവരുടെ ഫ്രീ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഫ്രീ ഉണ്ട്. പിന്നെ നോ കോസ്റ്റ് EMI എന്ന് വെച്ചാൽ പലിശ ഇല്ലാതെ തവണകളായിട്ട് അടയ്ക്കുന്ന സ്കീമും ഇപ്പം ഉണ്ട്. ഇപ്പം ഇവിടെ കാണുന്ന നമുക്ക് വിവോ നെക്സ് അറ്റ് 1947 രൂപ, V9 ഉണ്ട്. പിന്നെ ഇയർഫോണുകൾക്കൊക്കെ 72 രൂപ, എല്ലാത്തിനും 72 രൂപ കൊടുത്തിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ 72ാമത്തെ സ്വാതന്ത്ര്യമായതുകൊണ്ടായിരിക്കും. പിന്നെ 4000 ഓഫ് ഉണ്ട് വിവോയുടെ Y69 എന്ന മോഡലിന്. അപ്പോൾ പല പല ഓഫർ നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം. പിന്നെ എക്സ്ട്രാ കൂപ്പണുകളൊക്കെ കൊടുക്കുന്നുണ്ട്. സ്പിൻ ആൻഡ് വിൻ്റെ അകത്തൊക്കെ കൂപ്പണുകളും ഫോണും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കഴിവത് ഈ ദിവസങ്ങളിൽ ഈ സൈറ്റിൽ ഇച്ചിരി ബിസി ആവാൻ ശ്രമിക്കുക. പിന്നെ ഇത് എങ്ങനെ എളുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പോസിബിലിറ്റി കിട്ടാനുള്ള ചാൻസ് എങ്ങനെ കൂട്ടാം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒന്നാമത്തെ കാര്യം, നിങ്ങൾ 1 മണിക്കൂർ മുമ്പെങ്കിലും, ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ആ പേജിൽ ഈ വിവോയുടെ സൈറ്റിൽ സൈൻ ഇൻ ആയിരിക്കണം. കഴിവതും ഡെസ്ക് ടോപ്പ് തന്നെ ഉപയോഗിക്കുക. കാരണം മൊബൈലിൽ സപ്പോർട്ട് സെയിലിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇതുവരെ വിവോ അറിയിച്ചിട്ടില്ല. കഴിവതും ആ ചാൻസ് എടുക്കാൻ നിൽക്കാതെ ഏതെങ്കിലും ഒരു കഫേയിലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ലാപ്ടോപ്പോ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫോണിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ക്രോമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ കോളത്തിൽ ഒന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പേജ് മാറി ഡെസ്ക്ടോപ്പ് പോലെ വരും. പക്ഷെ അത് കമ്പാരിറ്റീവ്ലി സ്ലോ ആയിരിക്കും. അത് മാത്രമല്ല യൂസ് ചെയ്യാൻ ഇച്ചിരി പാടുമായിരിക്കും. അപ്പോൾ കഴിവതും കമ്പ്യൂട്ടർ തന്നെ ഉപയോഗിക്കുക. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 10 മിനിറ്റ് എങ്കിലും മുമ്പ് നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കണം. കാരണം ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആ സൈറ്റിൽ വിവോയുടെ ഒരു അക്കൗണ്ട് നിർബന്ധമാണ്. സോ ഒരു അരമണിക്കൂർ മുമ്പേ പോയി ഒരു സൈനപ്പ് ചെയ്ത് ഫോൺ നമ്പറൊക്കെ കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. 10 മിനിറ്റ് മുമ്പെങ്കിലും സൈൻ ഇൻ ചെയ്ത് ഇരിക്കുക. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് ഒന്നും ഫോൺ ബൈ ചെയ്തിട്ട് അടിക്കാൻ നിൽക്കരുത്. ആദ്യം തന്നെ നിങ്ങളുടെ അഡ്രസ്സ് ഈ 10 മിനിറ്റ് അരമണിക്കൂർ മുമ്പേ ചെല്ലുമല്ലോ, ഇതെല്ലാം ഈ സൈനപ്പും ലോഗിനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അഡ്രസ്സൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക. പേയ്മെൻറ്റ് അഡ്രസ്സ് കഴിവതും ടൗൺ ഏരിയകളിലെ അഡ്രസ്സ് കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങളൊരു വില്ലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ടൗണിലുള്ള ഒരു ഏതെങ്കിലും കൂട്ടുകാരുടെ അഡ്രസ്സോ വല്ലതും തന്നെ കൊടുക്കുക. കാരണം ചിലപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പറയും അയ്യോ ആ പിൻകോഡിൽ ഡെലിവറി സാധ്യമല്ല. പിന്നെ നിങ്ങൾ അടുത്ത അഡ്രസ്സൊക്കെ അടിച്ചു വരുമ്പോഴേക്കും സാധനം തീർന്നിട്ടുണ്ടാകും. സോ കഴിവതും ടൗൺ ഏരിയകളിലെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സ് തന്നെ അവരോട് നേരത്തെ ചോദിച്ച് ഫില്ല് ചെയ്ത് വെക്കുക. അഥവാ നിങ്ങളൊരു ടൗണിലാണ് താമസിക്കുന്നത് കുഴപ്പമില്ല, നിങ്ങളുടെ അഡ്രസ്സ് അടിച്ചാൽ മതി. പിന്നെ കണ്ടിന്യൂസ് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും കണ്ടിന്യൂസ് ആയിട്ട് ആ പേജ് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ആ പേജ് വിസിറ്റ് ചെയ്യുന്നവർ ഓരോരുത്തരും ഓരോ ക്യൂ ആയിട്ടാണ് ആ സോഫ്റ്റ്വെയർ പരിഗണിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പേജ് വന്നു, പിന്നെ നീ വന്നിരുന്നു, രണ്ടുപേരും വന്നിരിക്കുകയെന്നും പറഞ്ഞ് ആദ്യം ക്ലിക്ക് ചെയ്യുന്നതിനോട് കിട്ടണമെന്നില്ല. സോ റിഫ്രഷ് ചെയ്യാൻ തോറും നമ്മൾ ആ ക്യൂവിൻ്റെ മുമ്പിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പം അതൊരു ടാക്റ്റിക്സ് ആണ്. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 12 അടിക്കുമ്പം സെയിലിൻ്റെ ഓപ്ഷൻ വരും ബൈ നൗ. അപ്പം ബൈ നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് ബൈ നൗ ട്രാഫിക് എന്നൊക്കെ എഴുതി കാണിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ബൈ ചാൻസ് നമുക്കത് കിട്ടുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ടൊരു ഓപ്ഷനിലോട്ട് പോകും. അപ്പം അവിടെ പ്ലേസ് ഓർഡർ എന്ന് കാണും. അതും പെട്ടെന്ന് തന്നെ കൊടുത്ത് ഡെലിവറി അഡ്രസ്സ് ചൂസ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ പെട്ടെന്ന് ചെയ്തോണം. പിന്നെ എന്നിട്ട് പേയ്മെൻറ്റ് മെത്തേഡ് ചൂസ് ചെയ്യുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്യാഷ് ഓൺ ഡെലിവറിക്ക് നിൽക്കരുത്. കാരണം സെയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ. കാരണം ഇത്ര ചീപ്പായതുകൊണ്ട് അവർ ക്യാഷ് ഓൺ ഡെലിവറി സപ്പോർട്ട് ചെയ്യണമെന്നില്ല. സോ നിങ്ങളൊരു ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ കൊണ്ടുപോകുക. മിനിമം 2000 ബാലൻസ് ഉള്ളൊരു ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ കൊണ്ടുപോകുക. എന്നിട്ട് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അഡ്രസ്സ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പേ സേവ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ കാർഡൊക്കെ സേവ് ചെയ്ത് നമ്പരും CVVയും ഒക്കെ അടിച്ച് സേവ് ചെയ്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലേസ് ഓർഡർ കൊടുക്കുക, കാർഡ് ചൂസ് ചെയ്യുക, പേയ്മെൻറ്റ് മാത്രമേ നടത്താവുള്ളൂ. അല്ലാതെ കാർഡ് ചൂസ് ചെയ്ത് കാർഡിൻ്റെ നമ്പരൊക്കെ അടിച്ചു വരുമ്പോഴേക്കും സാധനം തീർന്നു പോകും. അത്രയ്ക്ക് ഫ്ലാഷ് ആയിരിക്കും. 50 കൂടി ഒരു 100 വരെ ഒന്നും പോകാൻ സാധ്യതയില്ല. 50, 30, 25 വല്ലോ കാണത്തുള്ളൂ. ചിലപ്പം ഫാൻസി ആയിട്ട് അവർ 72 തന്നെ ആയിരിക്കും പീസായിരിക്കും ചൂസ് ചെയ്യുന്നത്. ഒന്നും പറയാൻ പറ്റത്തില്ല.
സോ മാക്സിമം അതിലൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തോ പറയാൻ പറ്റില്ലോ, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ പേജിൽ ഇപ്പം ഇവിടെ കണ്ടോ, ഇപ്പം ഇത് ഞാൻ അക്കൗണ്ടൊന്നും സൈൻ ഇൻ ചെയ്യാതെ കിടക്കാമെന്നുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കാണിക്കുന്നത്. അക്കൗണ്ട് നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഒരു പ്രൊഫൈലിൻ്റെ പടം കാണും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പം മൈ പ്രൊഫൈലിനോ മൈ അക്കൗണ്ടെന്നോ പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ്റെ അകത്ത് അവിടെ കാണും നിങ്ങൾക്ക് അഡ്രസ്സ് ഫില്ല് ചെയ്യാനുള്ളതും കാർഡ് സേവ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ. അപ്പം അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. പേജ് കണ്ടിന്യൂസ് ആയിട്ട് റിഫ്രഷ് ചെയ്യുക. സെയിലിന് മുമ്പ് തന്നെ കാർഡും അഡ്രസ്സും ഒക്കെ സേവ് ചെയ്ത് വെക്കുക. ക്യാഷ് ഓൺ ഡെലിവറിക്ക് വേണ്ടി മാത്രമായിട്ട് പോകരുത്, ചാൻസ് വളരെ കുറവാണ്. അഥവാ നിങ്ങൾക്ക് പ്ലേസ് ആയി കഴിഞ്ഞിട്ട് പിന്നെ പേയ്മെൻറ്റ് നടത്താതെ ഫോൺ മിസ്സായല്ലോ ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ആർക്കെങ്കിലുമൊക്കെ ഫോൺ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, നമ്മൾ ആരോടും പറയണ്ട അവൻ കയറി നമുക്ക് കിട്ടത്തില്ല അങ്ങനെ വിചാരിക്കരുത്. കാരണം നമ്മളല്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ 100-72 പീസിന് വേണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ കിട്ടുന്നെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് കിട്ടട്ടെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ടെക് മാസ്റ്ററിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോൺ കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. അപ്പം ഞാനും ട്രൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മേടിക്കൊന്നും വേണ്ട, ഞാനും ട്രൈ ചെയ്യും. എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ അത് പറയുന്നതായിരിക്കും. എനിക്ക് കിട്ടുവാണെങ്കിൽ നമ്മളതൊരു ഗീവ് അവേ ആയിട്ട് നടത്തുന്നതായിരിക്കും. അപ്പോൾ അതിലൊന്നും നിങ്ങൾ സങ്കടപ്പെടേണ്ട, ഞാൻ ശ്രമിക്കും, അകത്രേ ഉള്ളൂ. പിന്നെ ഇനിയും വേറെ എന്തെങ്കിലും ഫ്ലാഷ് സെയിലും ഇനി തൊട്ട് നമ്മളിങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ മാത്രമേ ചെയ്യത്തുള്ളൂ. ഉഡാപ്ലിക്കേഷൻസ് ഉള്ള വീഡിയോ ഒക്കെ നിർത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഹാക്ക് ചെയ്യുന്നതെന്ന്. എല്ലാവരുടെ ഒരു തെറ്റായ ധാരണയാണ് ഹാക്കിങ്ങിങ് വെച്ചാൽ ഭയങ്കര സംഭവമാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതാണ് ആർക്കും. ഹാക്കിങ്ങിനെന്ന് വെച്ചാൽ ടെക്നിക്കലായിട്ടുള്ള ടെക്നിക്കൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എററിലൂടെ നുഴഞ്ഞു കയറി അത് നമ്മുടെ യൂസ്ഫുള്ളാക്കി എടുക്കുക എന്നാണ് ഹാക്കിങ് എന്ന വാക്കിൻ്റെ മീനിങ്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് കമ്പനിയോ അല്ല ഫേസ്ബുക്കോ ഒക്കെ ഓരോ വെർഷൻ ഇറക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ബഗ് എന്ന് പറയുന്നത് അവരുടെ ടെക്നിക്കലായിട്ടുള്ള എറേഴ്സിനാണ് ബഗ് എന്ന് പറയുന്നത്. ആ എറേഴ്സാണ് നമ്മൾ യൂസ് ചെയ്ത് ആ കുറച്ച് ടൈമിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി കഴിയുമ്പോഴേക്കും അവർ ആ എറർ മാറ്റി അടുത്ത അപ്ഡേഷൻ എടുക്കും. അപ്പം ആ അടുത്ത അപ്ഡേഷൻ വരെയുള്ള ആ നിശ്ചിത ടൈമിൽ നമ്മുടെ ഈ ഹാക്കിംഗ് മെത്തേഡ് വർക്ക് ആവത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അത് അപ്ഡേഷൻ കഴിഞ്ഞിട്ടും നിങ്ങളിത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞാൽ എന്നെ വന്ന് കുറ്റം പറഞ്ഞു ഞാനെന്ത് ചെയ്യാൻ. നമ്മുടെ പല സുഹൃത്തുക്കളും വീഡിയോ കണ്ടിട്ട് നീ എന്തുവാ കാണിക്കുന്നത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരാത്തതുകൊണ്ടല്ലേ, നീ ഇതാണ് മറ്റാണ് മറിച്ചാണ്, വീഡിയോ വ്യൂസ് കൂട്ടാൻ വേണ്ടി മാത്രമല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു നിശ്ചിത ടൈമിൽ അവരുടെ ആ എറർ അവർക്ക് മനസ്സിലായ ഒരു അടുത്ത അപ്ഡേഷൻ ക്ലിയർ ചെയ്യുന്നതോടെ ആ പോസിബിലിറ്റി ഇല്ലാതാവുകയാണ്. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എൻ്റെ ചാനൽ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ നിൽക്കുക. കാരണം വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങളത് ശ്രമിച്ച് നോക്കുക, അപ്പോഴാണെങ്കിൽ കിട്ടിയത്. അല്ലാതെ വീഡിയോ ചെയ്തിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെന്ന് പറയുന്നതിലൊക്കെ ഒരു അർത്ഥവുമില്ല. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് അങ്ങനത്തെ പരിപാടി നിർത്തി, മതിയായി. അതുകൊണ്ട് ഇനി തൊട്ട് ഉഡാപ്ലിക്കേഷൻസ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യുന്നതല്ല. അപ്പം ചെയ്യുന്നതല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ എൻ്റെ തീരുമാനം. അഥവാ ഇനി എന്തെങ്കിലും ഒരു പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം, മടിയൊന്നുമില്ല. അപ്പം നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ Banggood.com ഈ ആമസോൺ പോലൊക്കെയുള്ള ഒരു ഷോപ്പിംഗ് സൈറ്റാണ്. അവരോട് റിവ്യൂ യൂണിറ്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് മിനിമം ഒരു 8,000 അല്ലെങ്കിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ റിവ്യൂ യൂണിറ്റ് തരും. മാത്രമല്ല നിങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് ഒരു ആവറേജ് 1K വ്യൂസ് എങ്കിലും വേണം. അപ്പം ഞാൻ നോക്കും എൻ്റെ വീഡിയോസൊക്കെ മാക്സിമം ഒരു മന്ത് അല്ലെങ്കിൽ 2 മന്തൊക്കെ ഇട്ടിട്ടും 1K ഒന്നും എത്തുന്നില്ലെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യും. സോ അപ്പോൾ കാണുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിലും വ്യൂ കയറുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇട്ടാൽ അവരൊരു ഇൻസ്പെക്ഷന് വരുമ്പം ചിലപ്പോൾ ആ റിവ്യൂ യൂണിറ്റ് കിട്ടാതാവും. അതുകൊണ്ട് തന്നെ 1-2 മാസമായിട്ടും കയറുന്നില്ലെങ്കിൽ റിമൂവ് ചെയ്ത് മാറ്റും. പക്ഷേ അതൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം അവിടെ ഒന്നും മാറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മിസ്സാകുന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. അപ്പോൾ അത് ഇന്ന് തൊട്ട് റെഗുലറായിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ തുടക്കകാലത്ത് ഇച്ചിരി അബദ്ധം പറ്റിയ വീഡിയോ ഒക്കെ കിടപ്പുണ്ട്. പക്ഷേ അതിന് വ്യൂ ഉള്ളത് കൊണ്ട് ഞാൻ റിമൂവ് ചെയ്യുന്നില്ല. അപ്പം ഇപ്പോൾ ഈ റിവ്യൂ യൂണിറ്റിന് വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പം മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ട്. നിങ്ങൾക്ക് ഗുണമില്ലാതെ ഒന്നും ചെയ്യത്തില്ല ഇതിൻ്റെ അകത്ത്. ഈ റിവ്യൂ യൂണിറ്റ് വരുമ്പോഴേക്കും
ആ ഫോണൊക്കെ ആയിരിക്കും റിവ്യൂ, അല്ല ഫോൺ, ഹെഡ്ഫോൺസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരിക്കും അവർ റിവ്യൂവിന് തരുന്നത്. അപ്പം അത് കിട്ടുകയാണെങ്കിൽ, നമുക്ക് റിവ്യൂ യൂണിറ്റ് അപ്രൂവ് ആയി കിട്ടുകയാണെങ്കിൽ റിവ്യൂവിന് ശേഷം എല്ലാ ഐറ്റംസും നമുക്ക് വരുന്ന എല്ലാം ഗിവ് അവേ ആയിരിക്കും. കമൻറ്റ് ചെയ്യുന്നവർക്ക് അത് റാൻഡമായിട്ട് ഒരാളെ നമ്മുടെ വീഡിയോയുടെ താഴെ ആ റിവ്യൂവിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്ന കമൻസിൽ നിന്ന് റാൻഡമായിട്ട് ഒരാളെ പിക്ക് ചെയ്ത് നമ്മൾ ആ സാധനം അയച്ചു കൊടുക്കും. അപ്പം നമുക്ക് കിട്ടുന്ന എല്ലാം നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. സോ നമ്മുടെ ചാനൽ വളരാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം 2ാം വരവ് കരുതിക്കൂട്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റിവ്യൂ യൂണിറ്റിനൊക്കെ അപേക്ഷിച്ചത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കൂട്ടുകാരെ കൊണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. എല്ലാ വീഡിയോസും കയറി കാണുക. വീഡിയോസിന് മിനിമം 1K ആവുന്നിടം വരെയെങ്കിലും സപ്പോർട്ട് ചെയ്യണം. എന്നാലേ നമ്മുടെ പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും കാണാം. അപ്പം എല്ലാവരും ഇന്ന് പോയി 12 മണിയാകുമ്പോൾ പോയി ഫോൺ ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് കിട്ടിയില്ല നാളെ നോക്കുക, നാളെ കിട്ടിയില്ല മറ്റന്നാൾ നോക്കുക. 3 ദിവസം നമുക്ക് ചാൻസ് ഉണ്ട്. 2 ഫോണും 3 ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് സെയിലുണ്ട്. അപ്പം മാക്സിമം നോക്കുക. പിന്നെ ഇയർഫോൺസൊക്കെ ഉണ്ട്. അപ്പം ഫോൺ കിട്ടിയില്ലെന്ന് പറഞ്ഞൊന്ന് വായി നോക്കിയിരിക്കുക. അത് ഫോൺ തീരുമ്പോൾ ഉടനെ ഇയർഫോണിലോട്ട് പോവുക, അല്ലെങ്കിൽ ആദ്യം ഇയർഫോൺ നോക്കിയിട്ട് ഫോണിലോട്ട് വരും. നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് ചെയ്യുക. അപ്പം മാക്സിമം ട്രൈ ചെയ്യുക. കൂട്ടുകാരോടും കൂടി കാര്യം പറയുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരേക്കും ബൈ.